ഹലോ വെൽക്കം ടു സിബീസ് പാരഡൈസ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഒരു തന്തൂർ റോട്ടി. സാധാരണ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ടാണ് എല്ലാവരും തന്തൂർ റോട്ടിയൊക്കെ കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ തന്തൂർ റോട്ടി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. തന്തൂറെടുപ്പൊന്നും വേണ്ട, നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ലാഘവത്തോടെ അത്ര ഈസിയോടെ നമുക്കൊരു തന്തൂർ റോട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആട്ട മാവ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് തന്തൂർ റൊട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആട്ടയ്ക്ക് പകരം മൈദ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2.5 കപ്പ് ആട്ട, 3/4 കപ്പ് പുളിയില്ലാത്ത തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് തൈര് ഇട്ട് കുഴച്ചെടുക്കണം. തൈര് പോരാത്തതിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. കുഴച്ച ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ നന്നായി കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായി കുഴച്ചെടുക്കണം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ അതിൻ്റെ പുറത്തൊന്ന് പുരട്ടി വെക്കണം. പുരട്ടി എല്ലാ ഭാഗത്തും നന്നായി ആയ ശേഷം അതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ നല്ല മയമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് പരത്തുന്നത്. ഇപ്പം പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, കനം ചപ്പാത്തിയേക്കാളും കനം വേണം, എങ്കിലേ നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് തന്തൂർ റൊട്ടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്തൂർ റൊട്ടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ തന്തൂർ റൊട്ടിയുടെ ഒരു വശം വെള്ളം, സാധാരണ വെള്ളം നമ്മൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് ആ പാനിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുക്കേണ്ട, വെറുതെ ഇട്ടാൽ മതി, അപ്പോൾ തന്നെ അതിൽ ഒട്ടിക്കോളും. കുമിളകൾ വരണമുണ്ടാവും. അപ്പോൾ പാൻ നല്ല ചൂടായിരിക്കണം, എങ്കിലേ ഇങ്ങനെ കുമിളകൾ വരുള്ളൂ. ഇങ്ങനെ കുമിളകൾ വന്ന് ഏകദേശം അതിൻ്റെ താഴ്ഭാഗം വേവാനുള്ള ഒരു സമയം നമുക്കറിയാൻ പറ്റുമല്ലോ. 1 മിനിറ്റ് കഷ്ടി മതി. അപ്പം നമുക്കിതിന് പാൻ തിരിച്ചു പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് വേവിച്ചു കൊടുക്കണം. അത് അവിടെ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് തിരിച്ച് വീഴില്ല. എല്ലാ വശവും റൊട്ടിയുടെ എല്ലാ സൈഡിലും തീ വരുന്ന രീതിയിൽ ചട്ടി സൈഡിലേക്കൊക്കെ ആക്കി വേവിച്ചു. അപ്പോഴും ഒന്നും കൂടി ബബിൾസ് ആവും, ബബിൾസ് ഒന്നുകൂടി വലുതാവും. കണ്ടോ, ഇപ്പം നമ്മളുടെ തന്തൂർ റൊട്ടി പോലെ തന്നെ ആയില്ലേ. ടേസ്റ്റും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. തിരിച്ച് ബാക്ക് സൈഡ് കാണിച്ചു തരാം. കണ്ടോ, തന്തൂർ റൊട്ടിയുടെ ബാക്ക് പോലെ തന്നെ ഇല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2.5 കപ്പ് ആട്ട കൊണ്ട് എനിക്ക് ഏകദേശം 18 തന്തൂർ റൊട്ടിയാണ് കിട്ടിയത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ഓക്കെ, അടുത്ത വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.